നെവിനെയും മാസ്റ്റേഴ്സിൻ്റെയും വീട്ടിൽ ഏകദേശം 93-94 കാലഘട്ടത്തിൽ ഞാൻ വരുവാൻ ഭാഗ്യം ചെയ്തു. ഞാനും ചായമായിട്ടാണ് ഇവിടെ വന്നത്. ഒന്ന് പ്രിയപ്പെട്ടവരോട് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ കുറിച്ച് പറയുവാനിടയായി. സത്യദൈവത്തെ അവർ കണ്ടുമുട്ടി. ഈ ലോകത്തിൽ വെച്ച് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് അവർക്ക് ഈ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടായത്. പിന്നെ രാജേഷ് മാസ്റ്റർ പറഞ്ഞതുപോലെ അവരുടെ ഈ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി തന്നെ ആരംഭിക്കേണ്ടത് കാരണമായിട്ടുണ്ട്. നമ്മൾ കഫർനഹൂമിലെ ഭവനത്തിൽ നമ്മുടെ കർത്താവായ യേശു എന്ന് പറഞ്ഞപ്പോൾ 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് മേൽപ്പുര കുടിച്ച് അകത്ത് കയറ്റിയത് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കാൻ കഴിയുന്നു. അതുപോലെ ഈ വീട് സുവിശേഷത്തിന് വേണ്ടി നഷ്ടം സഹിക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കാണിക്കുന്ന ആ സ്നേഹം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകം ആത്മാക്കൾക്ക് ഈ ഭവനം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് എനിക്ക് നിങ്ങളെ പലരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. ഈ പരിശുദ്ധാസു പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കുഞ്ഞുപ്രായത്തിൽ ആ വീട്ടിൽ നാളുകൾ കയറിയിറങ്ങി സുവിശേഷം പറയുവാനിടയായ ഒരു സഹോദരനാണ് ഞാൻ. നിങ്ങൾ പല പ്രിയപ്പെട്ടവർക്കും ജോസിച്ചായൻ്റെ തലയ്ക്കുന്ന അനുഭവത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മെസ്സേജൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുവാനായിട്ടിടയായിട്ട് ഇന്ന് അല്പസമയത്തുള്ള വചനധ്യാനത്തിനായിട്ട് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ, 34 മുതലുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കും. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആവോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അർപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കും. വിശദീകരിച്ച് ഈ ഭാഗങ്ങൾ ചിന്തിപ്പാനായിട്ട് നമുക്ക് സമയമില്ല. ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത മാത്രം ഒന്ന് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവായ യേശുവിലുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നത് എൻ്റെ ജീവിതാനുഭവം. എനിക്ക് ജീവിതത്തിൽ നിന്ന് ഈ 69 വയസ്സിലെ എൻ്റെ അനുഭവങ്ങൾ ഏകദേശം 39 വർഷമായി കർത്താവിനെ സേവിക്കാൻ എനിക്ക് ഭാഗ്യം ചെയ്തു. എൻ്റെ ഒരു ദുഃഖം ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു. ഇന്ന് നേരം വെളുക്കുന്നുണ്ട് കർത്താവ് ആ നാട്ടിൽ എനിക്ക് എത്തിച്ചേരണം. പക്ഷെ എനിക്കത് പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്, ഭയങ്കര ദുഃഖമാണ്. ഇവിടെ ജീവിക്കുന്നതിൽ നിങ്ങളെ ഒന്ന് കണ്ട് വചനം പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ളപ്പോൾ തന്നെ ഇന്നും എൻ്റെ ആഗ്രഹം എൻ്റെ കർത്താവിനെ ഒന്ന് കാണണമെന്ന്. എന്താണ് ക്രിസ്തുവിനുള്ള ദൈവസ്നേഹം എന്ന് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? ഒരു സ്നേഹത്തിന്റെ ഫെലോഷിപ്പാണ്. യേശു കർത്താവുമായിട്ട് ഒന്നിച്ച് നടക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഞാൻ ഈ ലോകത്തിൽ നിന്ന് കണ്ടിട്ടില്ല. കർത്താവിന്റെ ദാസന്മാരായ പത്രോസിനും പൗലോസിനും യാക്കോബിനും യോഹന്നാനും ഒക്കെ ലഭിച്ച ഭാഗ്യം, അവർ പൗലോസ് വിശ്വാസത്താൽ യേശുവിനെ മരണോയർത്തലിന് ശേഷമാണ് കണ്ടുമുട്ടിയത്. തന്റെ ജീവിതം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്ത് ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഇവിടെ പഴയ നിയമ വിശുദ്ധന്മാർ വിശ്വാസത്താൽ ദൈവത്തോട് കൂടെ നടന്നു. നമ്മളോ ആത്മാവിൽ ദൈവത്തോട് ഒന്നിച്ച് നടക്കുന്നവരാണ്. എന്തൊരാനന്ദമാണ്! ഈ സ്നേഹമാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വീട് തന്നു, എനിക്ക് കാറ് തന്നു, അത് സ്നേഹത്തിന്റെ ഒരു വശം മാത്രമാണ്.
ദൈവം നമുക്ക് തന്നത് തന്റെ പുത്രനെയാണ്. ദൈവത്തെ തന്നെ കിട്ടിയവരാണ് ഇത്രയും പേർ. യേശു ക്രിസ്തു എന്ന ഏക വാതിലിലൂടെ, ഏക മാർഗത്തിലൂടെ നമുക്ക് കിട്ടിയത് ദൈവത്തെയാണ്. ദൈവത്തെ കൂടാത്ത ഈ ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികവും ക്ഷണികവുമാണ്. ഞാൻ വായിച്ച ഈ ഭാഗങ്ങളൊന്ന് ഒരു ഔട്ട്ലൈൻ മാത്രമെന്ന് പറയുന്നു. ഈ വായിച്ച ഭാഗത്തേക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു വന്നിട്ട് 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇവിടെ കൊണ്ട് ഈ വാക്യത്തെ വിശദീകരിക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം എന്താണ്, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് വചനത്തിൽ നിന്നൊരു ഒരു വെളിപ്പാട് കിട്ടത്തില്ല. എന്താണ് റോമാലേഖനത്തിന്റെ ഉള്ളടക്കം, അതിന്റെ കണ്ടന്റ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്താ എവിടെയോ എന്തോ ഒക്കെ കേട്ടു പോകുന്നത് പോലെ നമുക്കായി പോകുവാനായിട്ട് ഇടയുണ്ട്. പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മിക്കുന്നത്, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കൊരിന്തിൽ വെച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഏകദേശം 57-58 കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. അന്ന് താൻ റോമിൽ പോയിട്ടില്ല. താൻ റോമിൽ പോകുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അന്നത്തെ റോമൻ സഭയിൽ യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ട് കർമാചാരങ്ങളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ, ഇല്ല, വിശ്വാസം മാത്രമാണ് നീതീകരണത്തിന് ആധാരം, വിശ്വാസം മാത്രമാണ് പ്രവർത്തികൾ അതിന് കാരണമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയായിരുന്നത്. 1-ാം അധ്യായം നമുക്കറിയാം. ഒരു പൊതുവായ വിശദീകരണം മുന്നറിയിപ്പിൽ ഞാൻ കൊടുത്തുകൊണ്ട് എഴുതുകയാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമുക്കറിയാം പൗലോസിനെ ലജ്ജ മാത്രമല്ല, ഭ്രാന്തായിരുന്നു. യേശു ക്രിസ്തു എന്ന് കേട്ടാൽ, സുവിശേഷം എന്ന് കേട്ടെന്നാൽ അവിടെ കുന്നുമുടിക്കാൻ നടന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ പറയുന്നു, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. നമുക്ക് ലജ്ജയുണ്ടോ? ഈ വീട്ടിലെ നമ്മൾ കാണുന്ന കർത്താവിന്റെ ദാസനും ദാസിക്കും സുവിശേഷത്തെ കുറിച്ച് അവർക്ക് ലജ്ജയില്ലെന്ന് തെളിയിക്കണ്ടേ? നമുക്കും നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കാൻ പറ്റണം. എന്താണ് കാരണം? സുവിശേഷം പഴയ ഉടമ്പടി പോലെയല്ല. സുവിശേഷം ന്യായപ്രമാണത്തിനോട് തുലനം ചെയ്യാൻ പറ്റത്തില്ല. 10 കൽപ്പനകളാകുന്ന ന്യായപ്രമാണങ്ങൾ, 613 പ്രമാണങ്ങൾ അടങ്ങുന്ന ദൈവത്തിന്റെ നീതിയുള്ള വിശുദ്ധമായ പ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ പ്രാപ്തമല്ലായിരുന്നു. മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു പ്രമാണം ദൈവം തന്നിരുന്നില്ല. എന്നാൽ സുവിശേഷം അത് ദൈവശക്തിയാണ്. അത് ദൈവത്തോട് കൂടെ നടക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്നതാണ്. ന്യായപ്രമാണത്തിന് നമ്മെ ദൈവത്തോട് കൂടെ നടത്തുവാൻ കഴിയുന്ന പ്രമാണമല്ല. ന്യായപ്രമാണം പാപത്തിന്റെ പരിജ്ഞാനം മാത്രമാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നില്ല. 613 പ്രമാണങ്ങളും ആചരിച്ചാൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. രക്ഷ ക്രിസ്തുവാകുന്ന പുതിയ നിയമത്തിലൂടെ മാത്രമേ നമുക്ക് പാപമോചനം മാത്രമല്ല, പാപം ക്ഷമിച്ചു കിട്ടുന്ന ഒന്നാണ് സുവിശേഷം. പക്ഷേ അതിനപ്പുറത്ത് പാപത്തിന്റെ അന്ധകാരത്തിന് മേലുള്ള സമ്പൂർണ്ണ ജയമാണ്, വിടുതലാണ് രക്ഷയെന്ന് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നത് കോപമാണ്. എന്താ കാരണം? അനീതി കൊണ്ട് അവർ സത്യത്തെ തടുക്കുന്നു. നമ്മൾ അറിവ് പ്രാപിച്ച ഈ പുസ്തകത്തിന്റെ അറിവുകൾ നമ്മുടെ സത്യത്തെ തടുക്കാൻ ഇടപെട്ട്, ഈ പുസ്തകത്തിന്റെ അറിവുകൾക്ക് അപ്പുറത്ത് ഇത് ആത്മാവിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണിത്. അകത്തു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് അനുദിനം സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമായി മാറുമ്പോൾ മാത്രമേ ഈ പുസ്തകം എന്നെ രക്ഷിക്കൂ. ഇതിന്റെ അറിവുകൾ കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർമ്മിക്കുകയാണ്, എന്താണ് അവർ അനീതി കൊണ്ട് ശ്രദ്ധിച്ചെടുക്കുന്നത്? അവർക്ക് ദൈവത്തെ കുറിച്ച് അറിയാം. നമുക്കുണ്ടല്ലോ അറിവ്. പെന്തക്കോസ്തുകാരായ നമുക്ക് ഒരു നല്ല അറിവ് എങ്ങനെ വേണം ദൈവത്തെ സേവിക്കാൻ, ദൈവം ആരാണ്, എങ്ങനെയാണെന്നുള്ള ഒരു പൊതുവായ ധാരണ നമുക്കുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ നിർത്തരുത്. ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് യേശുക്രിസ്തുവാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തെ നമ്മളൊന്ന് തുറന്ന് വായിക്കുമ്പോൾ അതിനകത്തൂടെ ഒരു വ്യക്തി എഴുന്നേറ്റ് നടന്നു വരികയാണ്. ഈ പ്രമാണം
എന്റെ അകത്തു വരികയാണ്. നിത്യജീവന്റെ പ്രമാണമായിട്ട് എന്റെ അകത്തേക്ക് വരിക. അവിടെ അഭക്തിക്ക് കാരണം അവരുടെ അഭിമാനം. ഏതൻ തോട്ടത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞു. അത് വലിയ പാപമാണ്. അവർക്ക് അറിവ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് കിട്ടുന്നതിന് നമുക്ക് വളരെ സന്തോഷം. കർത്താവ് പറയുക, നിങ്ങൾക്ക് അറിവ് വേണ്ട. അറിവ് നിങ്ങളെ കൊല്ലും. അറിവ് നിങ്ങളെ ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിവല്ല വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്. യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ടത് ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യത്തെ അവർ മറന്നിട്ട് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ കേവലം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു ശരീരം കൊണ്ടാണെങ്കിലും നമ്മൾ വെറും ശാരീരിക ജീവികളല്ല. നമ്മൾ ആത്മ, ദേഹി, ദേഹമെന്ന 3 ഘടകങ്ങളുള്ളവരും ആത്മാവിന്റെ ജീവിതം നയിക്കുന്നവരുമാണ്. ഒന്നാമത്തേത്, ദൈവത്തിന് മനുഷ്യനുമായിട്ട് ഒരു കുടുംബ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ യേശുവിലൂടെ ദൈവം ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത് എനിക്ക് ഒരു കുടുംബം വേണമെന്നുള്ളതാണ്. ഈ കുടുംബത്തിലേക്കാണ് നമ്മളെ കർത്താവ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരപ്പന്റെ അമ്മയുടെ മക്കളെന്നുള്ള സ്നേഹത്തിന്റെ ഫെലോഷിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ന് നമുക്കറിയാം, സഭയിൽ ചെല്ലുക, കണ്ടോ കേട്ടോ ഒന്നും അറിയത്തില്ല, ഞാൻ ചെറുപ്പായി ആരാധിച്ചു പോകുന്നു. റിലേഷൻ നഷ്ടപ്പെട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് കേവലം ഭൗതിക വിടുതലിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് ദൈവത്തെ പിൻപറ്റുന്ന സമൂഹമായി നമ്മൾ മാറുക. നമ്മൾ പദത്തിന്റെയും സമുദായത്തിന്റെയും ചിന്താഗതികളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറയാം, ദൈവത്തിന്റെ പദ്ധതി പർപ്പസാണ്. നിത്യമായ ഒരു പദ്ധതി. ദൈവത്തിന് ഒരു കുടുംബം വേണം. അതിന് ഭൂമി, ദൈവത്തിന്റെ കുടുംബം വേണം. ആ കുടുംബത്തിലേക്ക് നമ്മൾ എല്ലാവരും വിളിച്ച് ചേർത്തിരിക്കും. ആ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാണ്. ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നാണ്. യോഹന്നാൻ 3:16. എന്നാൽ റോമർ 8:29 പറയുന്നത് ദൈവത്തിന്റെ ആദ്യജാതനാണ് യേശു എന്നാണ്. അതെങ്ങനെയായി? യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി വന്നപ്പോൾ അവൻ നമ്മളെ എല്ലാവരുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് ബൈബിൾ പറയുന്നത്. അവന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കുക, അവന്റെ അനുജന്മാരാക്കി, അനുജത്തിമാരാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റുക. ഇങ്ങനെ ദൈവ കുടുംബം യഥാർത്ഥമായി സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് നയിക്കുക. രണ്ടാമത്തേത്, ഇവിടെ ദൈവം യേശു കർത്താവ് പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് നമ്മൾ ദൈവവുമായിട്ട് യേശുവുമായിട്ട് ഒന്നിച്ച് നടക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് തന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലുള്ള നിങ്ങളുടെ വിശുദ്ധിയോ എന്റെ പ്രാർത്ഥനയോ എന്റെ ഉപവാസമോ കൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തോട് നടക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും സാധ്യമല്ല. ദൈവത്തോട് മനുഷ്യൻ അടുക്കാനുള്ള ഏകമായ ഒറ്റ മാർഗം യേശു മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിലുമല്ലാതെ ഒരു മനുഷ്യർക്ക് ദൈവത്തെ അബ്ബാപിതാവേ എന്ന് വിളിക്കാൻ സാധ്യമല്ല. ദൈവമേ എന്ന് വിളിക്കാം, പക്ഷെ പുത്രത്വത്തിന്റെ പദവി ലഭിക്കാൻ നമ്മൾ അവനെ അബ്ബാപിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം, പദവിയല്ലേ നമുക്ക് ലഭിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പദവി എന്ന് പറയുന്നത്. ഒന്നാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ താഴത്തോട്ട് വായിച്ചു വരുമ്പോൾ റോമർ 1:18 മുതൽ വായിക്കുന്നത്, മനുഷ്യൻ സ്വയത്തിനടിമപ്പെട്ട് ദൈവം അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ എല്ലാ ജാതികൾക്കും മതങ്ങൾക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ അദൃശ്യ ശക്തി, അവന്റെ ദിവ്യത്വം, അവന്റെ സർവശക്തി, അവന്റെ സർവജ്ഞാനം എല്ലാം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യനെ വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ പൂർണ്ണതയുള്ള സ്വഭാവം എന്താണെന്ന് ലോകത്തിൽ വെളിപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. പിതാവിന്റെ മടിയിലിരുന്ന തന്റെ പുത്രനാണ് പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പിതാവ് എന്താണ്? അവന്റെ സ്വഭാവം, അവന്റെ സർവശക്തിയാണോ നമ്മൾ അറിഞ്ഞത്? അവന്റെ സർവജ്ഞാനമാണോ നമ്മൾ അറിഞ്ഞത്? അവൻ പിതാവിന്റെ മടിയിൽ ഇരുന്നിട്ട് വന്നിട്ട് കാണിച്ചു തന്നത്, ഇവിടെ വന്നിട്ട് ദൈവത്വത്തോടെ ഒരു ദിവസം യേശു ജീവിച്ചു. പൂർണ്ണ മനുഷ്യനായി ദൈവ സ്വഭാവം എന്താണെന്ന്
ദൈവം ഇവിടെ വെളിപ്പെടുത്തി. ആ സ്വഭാവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. നമുക്ക് വേണ്ടത്, ഞാൻ ഇപ്പോഴൊന്ന് പ്രാർത്ഥിച്ചാൽ മരിച്ചാൽ ഉയർത്തുന്നുണ്ടോ? അപ്പച്ചൻകുട്ടി പാസ്റ്ററുടെ ദൈവമുണ്ട്. അയ്യോ, അബദ്ധമാണ്. അയ്യോ, ശുദ്ധ അബദ്ധമാണ്. വേണ്ട പുസ്തകം പറയുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലുമാണ് ദൈവം വചനത്തെ ഉറപ്പിക്കുന്നത്. അത് നമ്മുടെ പുറകെയാണ്. പക്ഷെ എന്റെ കൂടെ യേശു ഉണ്ടെന്നതിന്റെ തെളിവ് എന്റെ നിത്യതയുടെ സന്തോഷമാണ്. ഞാൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്റെ പ്രാണപ്രിയനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി എനിക്കുണ്ടോ? ഇന്ന് വിട്ടുപിരിഞ്ഞ് പൗലോസ് പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 1-21 മുതൽ വായിക്കുമ്പോൾ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയാണ്. അത് അത്യുത്തമമല്ലോ. എന്നിട്ട് പൗലോസ് പറയുന്നത്, ഞാൻ രണ്ടിനാലും ഞരങ്ങുന്നു. ഈ ഒരു ഞരക്കം നമുക്കുണ്ടോ? എങ്കിൽ നമ്മൾ വീട്ടിൽ ചേരണം. എങ്കിൽ നമ്മൾ ദൈവ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് കൃപ ചെയ്തു. വേദനത്തിൽ 29-28 വയസ്സായപ്പോൾ മരണത്തെ എന്നെ മുൻപിൽക്കേണ്ട വ്യക്തിയാണ്. ഒരു അമ്മച്ചേരിയോട് പറഞ്ഞു, എവിടെയൊക്കെ പോകുന്നു കുട്ടി, ഞങ്ങളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നു. ആദ്യമായിട്ട് എനിക്കൊരു ആത്മാവുണ്ടെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. ഈ ലോകം താൽക്കാലികമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന സമയമാണ്. അമ്മച്ചേരിയോട് സുവിശേഷം പറഞ്ഞില്ല, അവിടെ കൊണ്ടുപോയി എന്നെ ആക്കി. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്നാണ്, ആത്മാവിനെ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റൂ. എന്റെ ജീവനെ യേശുവിനെ കൊടുത്തു. യേശു എന്റെ ഉള്ളിലേക്ക് വന്നു. അന്നത്തെ ദിവസം തൊട്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യം, ഞാൻ വീട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഞാൻ ഇന്ന് മരിക്കാൻ സ്വർഗ്ഗത്തിൽ. ഈ ലോകം എന്റെ സന്തോഷമല്ല, ഈ ജീവിതത്തിൽ വിട്ടുപിരിയാനുള്ള കൊതിയാണ്. അന്ന് മുതൽ ഏകദേശം 40 വർഷമാകും. പക്ഷെ എനിക്ക് ഇതുവരെ എന്റെ കൊതി സാധിപ്പിച്ചു തന്നില്ല. കാണാൻ കൊതിയ, എനിക്ക് വേണ്ടി ചങ്കിന് കുന്തം കൊണ്ട് കുത്തേറ്റ, മുറിവുകളേറ്റ എന്റെ കർത്താവിനെ കാണാനുള്ള കൊതിയ. പിന്നെ ഇപ്പൊ ഞാൻ കർത്താവിനെ കാണുന്നുണ്ട് നിങ്ങളിലൂടെ. നിങ്ങൾ ഓരോരുത്തരിലൂടെ ഞാൻ യേശുവിനെ കാണുവാൻ എനിക്ക് മാക്സിമം കഴിയുന്നുണ്ട്. പക്ഷെ അത് പരിമിതമാണ്. ഒരു 2-ാം അധ്യായത്തിൽ പറയുന്നത് ധാർമ്മികതയുടെ ഒരു ചെറുതായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്ന സുവിശേഷത്തെ കുറിച്ച് ലക്ഷ്യമില്ല. ദൈവശക്തിയാണ് സുവിശേഷം. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിന്റെ 18-ാം വാക്യം മുതൽ പറയുന്നത് ജാതികൾക്ക് ശിക്ഷാവിധി വരുന്നതാണ്. അതിനുശേഷം പെട്ടെന്ന് ഞാനത് പറഞ്ഞു പോകാം. അതിന് ചെറുതായിട്ട് ഇഗ്നേറ്റ് പറയാനുള്ളത് നിങ്ങളോട്. 2-ാം അധ്യായം പറയുന്നത് സദാചാരം കൊണ്ട്, സാൻമാർഗികത കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. അവർക്ക് ശിക്ഷാവിധി വന്നിടയ്ക്കുക. ഇവർക്ക് സഭയിനകത്തോട്ടാണ് ഓടി പോകുന്നത്. അതിനെല്ലാം യഹൂദരോട് നോക്കിക്കൊണ്ട് പറയുക, യഹൂദനും ശിക്ഷാവിധിയുടെ വാള് തൂങ്ങിക്കിടക്കുക. എന്നിട്ട് പറയുക 3-ാം അധ്യായത്തിന്റെ 20 വരെ. പിന്നെ നിങ്ങളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ് നഷ്ടമാക്കി കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് പറഞ്ഞിട്ട് വിശ്വാസത്തിന്റെ നീതീകരണമാകുന്ന ഇതിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരിക. റോമാലേഖനം പഠിപ്പിക്കുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്താണ് ജസ്റ്റിഫിക്കേഷൻ, എന്താണ് നീതീകരണം എന്ന് പഠിപ്പിച്ചു വരിക. അതിന് 3-ാം അധ്യായത്തിന്റെ 21 മുതൽ വായിച്ച് അതിന്റെ 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കർത്താവിന്റെ ദാസൻ കൊണ്ടുവന്ന്, ദാവീദിനെ കൊണ്ടുവന്ന് അവരെങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തത്? പിതാവായ ദൈവം പുത്രനെ കാൽവരി കുരിശിൽ തകർത്തപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. വിശ്വാസ ജീവിതം കണ്ണടച്ച് ഇപ്പോൾ എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ വിസ വരുന്നു എന്ന് കാണിക്കുന്നതാണോ വിശ്വാസ ജീവിതം? തെറ്റിദ്ധരിക്കപ്പെടരുത്. അത് കോമൺ ഫെയ്ത്താണ്. സകല ജാതികൾക്കും മനുഷ്യന്റെയും മനസ്സ് കൊടുത്തിട്ടുണ്ട്. അവന് വിൽ പവറുണ്ട്. അതിനൊക്കെ കോമൺ ഫെയ്ത്ത് ഉണ്ട്. സാധാരണമായ വിശ്വാസം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ രക്ഷാകരമായ വിശ്വാസം അതല്ല. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താണ് ആശ? അവിടെ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താ നമ്മുടെ പ്രത്യാശ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയാൻ സമയത്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവുക. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നൊരു പ്രത്യാശയുണ്ട്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിക്കുമെന്ന് നോക്കിയാൽ അവന്റെ ലക്ഷ്യം പുത്രത്വമാണ്. കർത്താവ് വരും,
ഇപ്പോൾ ഞാൻ മകനാണെങ്കിലും പുത്രത്വ പദവി എനിക്ക് കിട്ടിയിട്ടില്ല. പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിലും രഹസ്യമാണ് ക്രിസ്തീയ ജീവിതം. ഈ കാര്യങ്ങൾ പറഞ്ഞ് 5-ാം അധ്യായത്തിൽ നീതീകരണം പറയുമ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ പറയാം. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിന് പിതാവിന്റെ മുമ്പിൽ എന്തെല്ലാം പദവിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം കാണുന്നത്. നമ്മുടെ ദിനം കൊടുത്തത് പുത്രന്റെ ചോരയാണ്. നമ്മൾക്ക് ഇവിടുത്തെ 10 പുത്രനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നവരല്ല. പിതാവായ ദൈവം കാണുന്നത് തന്റെ പുത്രനായ യേശുവിനെ അതേ രൂപത്തിലാണ് നമ്മളെ കാണുന്നത്. അന്യന്മാരായിട്ടാണ് നമ്മളെ കാണുന്നത്. യേശുവിൽ കൂടെ എന്തെല്ലാം പിതാവിനെ തൃപ്തിപ്പെടുത്തി. ഇതെല്ലാം റോമാലേഖനം ഒന്ന് പഠിപ്പിക്കാൻ ഒരു പാസ്റ്റർ പറഞ്ഞു. സഭയിൽ പാസ്റ്റർ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ആൾക്കാരെ ഒരു മാസം കൊണ്ട് പഠിപ്പിച്ചത് 1 മാസം കഴിഞ്ഞു. റോമാലേഖനത്തിൽ ഒന്നുമായിട്ടില്ല. റോമാലേഖനത്തിന്റെ ആഴമെന്താണെന്ന് അറിഞ്ഞാൽ നമുക്കിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല. അത്രമാത്രം ആഴമായി സ്നേഹിക്കാൻ കഴിയും. അവസാനം 13 വർഷം കഴിഞ്ഞപ്പോൾ പാസ്റ്റർക്ക് ട്രാൻസ്ഫർ കൊടുത്തേ പറ്റൂ. കാരണം പഠിച്ചിരുന്നില്ല റോമാലേഖനം. 13 വർഷം കൊണ്ട് നമ്മളൊക്കെ ആയിരുന്നു എന്റെ പാസ്റ്റർ വേറെ പുസ്തകത്തിലേ പഠിപ്പിക്കാൻ. റോമാലേഖനം 5-ാമത്തെ സുവിശേഷമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനം നഷ്ടപ്പെട്ട ആത്മീയരായ നമ്മൾ കേവലം കുറച്ച് സതുപദേശങ്ങളും സത്കർമ്മങ്ങളും ചെയ്ത് ഞാൻ ദൈവ പൈതലെന്ന് പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന ഒരു അറിയായ്മയുടെ കാലങ്ങൾ നമുക്കുണ്ട്. യേശു നമ്മൾ അവനോടുകൂടെ മരിക്കുകയാണ്. ഗലാത്യലേഖനം 2:20-21 പറയുന്നു, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഈ വിശ്വാസത്താൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ 2000 വർഷത്തിന് മുമ്പ് ഈ ഭൂമിയിൽ അല്ല ലോക സ്ഥാപനത്തിന് മുമ്പ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. യേശു ഈ ലോകത്തിൽ വന്ന് മരിച്ചപ്പോൾ ഞാൻ അവന്റെ കൂടെ ക്രൂശിൽ തൂങ്ങപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു എന്റെ പകരക്കാരനായി തീർന്നു. ഇപ്പോഴും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു റോമർ 14:7-8-9 വായിക്കുന്നത്. അവിടുന്ന് വന്ന് എന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, എന്റെ പ്രതിപകരക്കാരായിട്ട് എന്നെ അകത്തു വന്ന് ജീവിക്കുക. ജീവിതം ആനന്ദമാണോ? ജീവിതം സന്തോഷമാണോ എന്ന് കണ്ടിട്ട് ഞാൻ പറയുക. ഒരു നേരത്തെ അഷ്ടിക്ക് പറയുന്നതാണ് ഞാൻ ഈ സുവിശേഷത്തിലേക്ക് വന്നത്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ സഭയിച്ചിട്ട് എഴുന്നേറ്റിരിക്കാൻ വയ്യ. ഞാൻ പുറകുവശത്ത് മാറി വേദന കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ വന്ന് തടയിൽ തരിക. മരണം മുന്നിൽ കണ്ട് യൗവനത്തിൽ 29 വയസ്സ്. ഈ 69 വയസ്സ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഭൂമിയിലുള്ളത് ഈ തന്നതൊന്നും കാണിക്കില്ല. ഞാൻ അതിനൊന്നും ഒരു വാക്കും പറയുന്നില്ല. എന്നാൽ എന്റെ ജീവിതം കൊണ്ട് ഇന്ന് എനിക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് യേശുവിന് പകരക്കാരനായിട്ടാണ് ഞാൻ അല്ല, യേശുവാണ് ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്നിലൂടെ കാണുന്ന പുറമെയുള്ളതല്ല, യേശുവിന്റെ പകരക്കാരനാണ് ഞാൻ ഇവിടെ. സഭ കർത്താവിന്റെ ശരീരമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രത്യേകത കഷ്ടതയും സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയും ഉള്ളതാക്കിക്കൊണ്ട് അതിലൂടെ ദൈവസ്നേഹത്തിലൂടെ വെളിപ്പെട്ടു വരികയാണ്. ഞാൻ വായിച്ചു വേദഭാഗത്തിലേക്ക് വേഗം വരാം. 6-ാം അധ്യായം ക്രിസ്തുവിന്റെ ഏകീകരണമാണ് വിഷയം. 7-ാം അധ്യായം ക്രിസ്തുവിന്റെ വിശുദ്ധീകരണമാണ് വിഷയം. 8-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത് ക്രിസ്തുവിനുള്ള നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ. നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോകുന്നവരാണ്. നമ്മുടെ ഈ കറുത്ത് വിളറിയ ഈ ശരീരം കർത്താവായ യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടാൻ പോവുക. നമ്മുടെ ജീവിതം അത്യന്തമായ കൃപയുടെ ധനം അനുഭവിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഞാൻ പറയുന്നത് ദൈവവചനമാണോ സത്യസുവിശേഷമാണോ എന്ന് നിങ്ങളും കേൾക്കുന്നവരെല്ലാവരും വിവേചിക്കണം. ഞാൻ പറയുന്നത് ക്രിസ്തുവിന്റെ മാനസാന്തരത്തെ, ക്രിസ്തുവിനുള്ള മാനസാന്തരത്തെ കുറിച്ചാണോ? മാനസാന്തരത്തിന്റെ സന്ദേശം നഷ്ടപ്പെട്ടില്ലേ? വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഭൂമിയിൽ കിട്ടുന്ന നന്മകളെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നമ്മുടെ ദേശീയ മണ്ഡലത്തിൽ കൊതിയല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ പെന്തക്കോസുകാരാണ് എല്ലാവരും AS-കാര്. ഇവിടുത്തെ പെന്തക്കോസുകാരാണ് ഏറ്റവും വലിയ കാരണം. ഇവിടുത്തെ ഉപദേശമാർക്കായ നമുക്കാണോ ഏറ്റവും? എന്റെ മക്കൾ ബാങ്ക് മാനേജർമാരും അയർലൻഡിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തതൊക്കെയാണ് എന്റെ കുഞ്ഞുങ്ങൾ. ഈ ഭൂമിയിൽ ഒന്നിനും മുട്ടില്ല. സമൃദ്ധമായിട്ട് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്.
എന്നാൽ അതൊന്നും എന്റെ കൂടെ യേശു ഉണ്ടെന്നുള്ളതല്ല. ഞാൻ ദൈവത്തോടും കൂടെ നടക്കുന്നുള്ള തെളിവല്ല. പോട്ടെ, ഞാൻ അന്യഭാഷ പറഞ്ഞാലോ, അന്യഭാഷ കിട്ടിയത് കർത്താവ് പരിശുദ്ധാത്മാവിക്ക് തന്നൊരു തെളിവാണ്. പക്ഷെ ഇപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളൊരു തെളിവല്ല അന്യഭാഷ. ഞാൻ പ്രവചിക്കുന്നത് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളൊരു തെളിവല്ല. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ശരീരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് വിട്ടുപിരിയാൻ കൊതി. 69 വയസ്സ് ഒരു പൊന്നുപാസ്റ്റർ ഞങ്ങൾക്ക് ഇവിടെ ആഗ്രഹിക്കാത്ത തിന്മ, അതിന്റെ ഞാൻ മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കത്തില്ല. ഇനി യേശുവിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് എന്നിലുള്ള സ്വയം എന്താണെന്ന് ഞാൻ കാണുന്നത്, എന്നിലുള്ള അഹംഭാവം എന്താണെന്ന് കാണുന്നത്, എന്നിലുള്ള മോഹങ്ങൾ എന്താണെന്ന് കാണുന്നത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യരുടെ പൗലോസ് നിലവിളിച്ചു. സ്വർഗ്ഗത്തോട് എടുക്കപ്പെട്ട പൗലോസിന്റെ ജീവിതം അദ്ദേഹം മനുഷ്യനുമായിട്ടല്ല കമ്പയർ ചെയ്തത്. യേശുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ തന്റെ മുൻപിൽ തനിക്ക് പ്രശംസിക്കാൻ കാൽവരി കുരിശ് മാത്രം. ഇവിടുത്തെ ദൈവത്തിന്റെ ദാസന്മാർ പാടുന്ന പാട്ടിന് ഭയങ്കര സന്തോഷം. This is my story. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാനും തൻ കുരിശും മാത്രമാണ്. നമ്മുടെ സ്വയത്തിൽ പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല, നന്മയില്ല നമ്മളിൽ. ഈ സത്യമാണ് റോമാലേഖനം 7-ാം അധ്യായം പറയുന്നത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ ന്യായ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വന്നപ്പോൾ ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. പ്രിയപ്പെട്ടവരെ, സമയം പരിമിതമാണ്, എനിക്ക് വിശദീകരിച്ചത് പല ആഗ്രഹമുണ്ട്. പറഞ്ഞ ഏക നിർത്താം. വായിച്ചത് ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നതാര്? നിങ്ങൾ ഞാൻ ഇതൊന്ന് പരിശോധിക്കണം. എന്നെ യേശുവിനേക്കാൾ അധികം സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞു. കർത്താവ് ലോകം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടുവാൻ ഇച്ഛിച്ചാൽ നഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവനെ കളഞ്ഞാൽ കണ്ടെത്തും. വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണോ അവരുടെ ഉപവാസവും പ്രാർത്ഥനയും? കളയാൻ വേണ്ടിയിട്ടാണോ? പൗലോസ് ചോദിച്ചേ, പൗലോസ് സകലവും കളഞ്ഞു, ചവറ്റുകുട്ടലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പൊ ചവറ്റുകുട്ടേച്ചെന്ന് നമ്മൾ മാറുക. എന്താണ് പൗലോസ് കളഞ്ഞതെല്ലാം കൊണ്ടുപോയി എന്റെ ദൈവം മാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ പൗലോസ് മാത്രമല്ല, സക്കായിയുടെ വീട്ടിൽ കർത്താവ് ചെന്നു, നഷ്ടമായിരുന്നു ലാഭമായിരുന്നു. യേശു സക്കായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തനിക്കുള്ളത് മുഴുവൻ പകുതി വിട്ടിട്ട് പകുതി ദേശം കൊടുത്തു. നഷ്ടമല്ലേ? ചകിവായി വാങ്ങിയത് മുഴുവനും 4 ഇരട്ടി മടക്കി കൊടുക്കുന്നു. മക്കൾക്ക് വണക്കം. എന്താണ്? അച്ഛന് സ്വസ്ഥതയില്ല. യേശുവിനെ കണ്ടവൻ ഭൂമി അവന്റെ നഷ്ടക്കച്ചവടമാണ്. ഈ ഭൂമിയിൽ നേടുവാനുള്ളതല്ല സുവിശേഷം. വരാൻ പോകുന്ന ലോകത്തിൽ നമ്മുടെ 80 വർഷത്തെ 90 വർഷത്തെ ഇവിടുത്തെ ജീവിതം ലക്ഷ്യമായിട്ട് ഞാൻ ഈ പുസ്തകം പറയുന്നുണ്ട്. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം നമ്മളതിന്റെ പുറകെ പോകണ്ട, നമ്മളതിന്റെ പുറകെ പോകണ്ട. ഈ പുസ്തകം പറയുന്നത് നന്മ കരുണ എന്റെ പുറകെ വരും, കൂടെ കൊണ്ടുപോകുന്ന പറയും. പക്ഷെ എന്റെ ലക്ഷ്യം എന്റെ നാഥനെ ഒന്ന് കാണണമെന്നുള്ളതാണ്. 8-ാം അധ്യായത്തിൽ പറഞ്ഞു വന്നിട്ട് ഇവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇവിടെ സുപരിചിതമായിട്ട് നമ്മൾ കാണപ്പടം പറയുന്ന വാക്യമാണ് 8:28. ഈ വാക്യം നിങ്ങൾ ഞാനും ആത്മാവിലാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം പറയുന്നു. എന്താണ് സകലവും? നമ്മൾ അതിന്റെ മുകളിലേക്ക് നോക്കണം. ഈ പറഞ്ഞ എന്നാൽ എന്നൊരു പദമുണ്ടെങ്കിൽ ബൈബിളിന്റെ മുകളിലേക്ക് നോക്കണം. അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ആ വചനത്തെ വ്യാഖ്യാനിക്കരുത്. ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ കേട്ടുന്ന എനിക്ക് തന്നെ ലക്ഷ്യം തോന്നിയിട്ടുണ്ട്. ദൈവം യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവിടെ അടിമത്തത്തിൽ കിടന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കാണ്. യോസേഫിനെ മിസ്രയീമിന്റെ പ്രധാനമന്ത്രിയാക്കി നിൽക്കാനായിരുന്നു ഈ കഷ്ടതകൾ. അതാണ് ഇവിടെ പറയുന്നത്. 13:5 വാക്യം അറിയാവുന്നതുണ്ടല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, നിങ്ങളുടെ നടപ്പ്
ദ്രവ്യാഗ്രഹമില്ലാത്ത ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളെ കൈവിടത്തിൽ ഉപേക്ഷിക്കരുത്. ബൈബിളിൽ ഒരു വാക്യം പറയുകയാണെങ്കിൽ അതിന് മുമ്പ് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. നിങ്ങൾ ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ജീവിതം നയിക്കുന്നവരെ അല്ലാത്തവരോട് കൂടെ ദൈവ സാന്നിധ്യമില്ല. മാമോനെയും ദൈവത്തെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. ഒരിക്കൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ അധ്യാപിക അവരോട് ചോദിച്ചു, മക്കളെ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ ധനവാന്റെയും ദരിദ്രന്റെയും ചരിത്രം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ഭയങ്കര ആവേശമായി. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ആവേശം. നല്ല കഥ. നിങ്ങൾക്കെതിരെ ധനവാനെ പോലെ ആകണമോ, ലാസറിനെ പോലെ ആകണമോ, എല്ലാവരും ചങ്ങാതിയെ പോലെ ആകണം? അതുപോലെ കൺഫ്യൂഷൻ ഒരുത്തരുണ്ടായിരുന്നു. ഞാൻ പറയാം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ധനവാനെ പോലെ ജീവിക്കണം, സ്വർഗത്തിൽ പോകുമ്പോൾ എനിക്ക് ലാസറിനെ പോലെയാണ്. ഭൂമിയിൽ എനിക്ക് ധനവാനെ പോലെ ജീവിക്കണം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗം കിട്ടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തത് നഷ്ടമാക്കാതെ അവിടുത്തെ കിട്ടുമെന്ന് പഠിക്കുന്ന സുവിശേഷമല്ല, വലിച്ചെറിയുന്നവര് മാത്രമേ. അഭിമാനമായി തോന്നിയത് ഈ വീട്ടിൽ വന്നിരിക്കുന്ന പല ദേവദാസന്മാരെ എനിക്കറിയാം. ഇവിടുത്തെ ചവറെന്നതാണ്. ഇത് നിമിത്തം ദൈവരാജ്യം വളരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു വാക്യത്തെ പഠിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയപ്രകാരം വിളിക്കപ്പെടുന്നതിന്റെ സകലവും നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഫലമായി ചെയ്യുവാൻ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന സഭയിലും ക്രിസ്തുയേശുവിൽ എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? എന്ത് ചോദിക്കാൻ കിട്ടുന്ന അകത്തെ മനുഷ്യനെ കുറിച്ച് ചോദിക്കണം. പുറമേയുള്ള മനുഷ്യരുടെ കാര്യം ചോദിച്ചിട്ട് ഒരു വീട് ചോദിച്ചപ്പോ കർത്താവിന് 3 വീട് തന്നു. വചനത്തിന്റെ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, ദൈവവചനത്തെ വളച്ചൊടിക്കുന്നത് കൊണ്ടാണ്. ഇത് കേൾക്കാൻ ദേഹീയ മണ്ഡലത്തിൽ പുതിയ ആത്മമണ്ഡലം പറയുന്നത് ചോദിക്കേണ്ടത് അകത്തെ മനുഷ്യരെ സംബന്ധിച്ച ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ദൈവസ്നേഹത്തിന്റെ രീതി, നീളം, ഉയരം, ആഴം എന്നിവ എനിക്ക് അറിയണം. ചോദിച്ചു നോക്കിക്കേ. ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ നന്മയുടെ പുറകെ നടന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. യേശുവിനെ പിൻപറ്റിയപ്പോൾ കിട്ടിയ സ്വർഗ സന്തോഷമാണ്. എന്നെ ഇവിടുത്തെ ലോകം എന്നെ ഫീഡ് ചെയ്യിപ്പിച്ചത് മുഴുവൻ യേശുവിനെ പിൻപറ്റിയാൽ യഹോവ ഇടയനാണെങ്കിൽ നന്മയും കരുണയും കിട്ടും, സ്വസ്ഥതയുടെ വെള്ളത്തിൽ നടത്തും. ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ആശ്വാസം കൊണ്ട് നിറഞ്ഞു. 4-ാം വാക്യം മാത്രം 21-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം ഞാൻ പോയി. എന്നെ ആരും പഠിപ്പിച്ചില്ല. Valley of the shadow of death. മരണനിഴലിന്റെ താഴ്വര ഒരു ആടിന് ഇടയിൽ കൊടുക്കുന്നതാണ്. മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുന്നില്ല. എന്റെ കൂടെ നിന്റെ വഴിയിൽ കൂടെ ആശ്രയിക്കും. ഞങ്ങളുടെ പച്ചപ്പുൽപ്പുറങ്ങൾ ദൈവങ്ങൾക്കുണ്ട്, പക്ഷെ ഒരു മരണനിഴലിന്റെ താഴ്വരയുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത് ഈ പശ്ചാത്തലത്തിൽ റോമർ 8:28 പറയുന്നത് സകലവും നന്മയ്ക്കാം. സകലവും ഒരു വാക്യം വായിച്ചത് പെട്ടെന്ന് എന്താണ് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. ഈ ഞരക്കം കേട്ടോ, ഈ പ്രാർത്ഥന കേട്ടോ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇതുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. സർവസൃഷ്ടിയും പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കോ, പ്രകൃതിയിലേക്ക് നോക്കിക്കോ,
സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കിയോ, ഇവ മുഴുവനും ഞരങ്ങുക. നമ്മൾ മൂലം, ആദാമിലുള്ള മനുഷ്യൻ മൂലം സകല സൃഷ്ടികളും നിലവിളിക്കുകയാണ്. ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് എപ്പോൾ സാധിക്കും? ഞങ്ങളുടെ വീണ്ടെടുപ്പ് എപ്പോൾ സാധിക്കും? ഈ ലോകത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ഇന്ന് കാണുന്ന മുള്ളും പറക്കാരെയും പാപനിമിത്തം ഉണ്ടായതാണ്. ഇന്ന് കാണുന്ന സകല കഷ്ടനഷ്ടങ്ങളും മനുഷ്യന്റെ പാപനിമിത്തം ഉണ്ടായതാണ്. പാപത്തിന്റെ രക്ഷ ഇപ്പൊ പൂർണ്ണമായിട്ടില്ല. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവ് വരും. അന്ന് നമ്മൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന സമയത്ത് ഈ ഭൂമിയുടെ ശാപം മാറും, ഭൂമിയുടെ എല്ലാ ദ്രവത്വങ്ങളും മാറും. ഭൂമി മുഴുവനും ഇത് കാണണം. ഈ ഞരക്കമുള്ള ഭൂമിയല്ല നമ്മുടേത്. നമ്മുടെ ഭൂമി, നമ്മുടെ ലോകം ഈ ദുഷ്ടലോകമല്ല. നമുക്കൊരു ലോകം കർത്താവായ യേശു കണ്ടുവായിക്കുന്നതാണ് സുവിശേഷം. ഇത് മാത്രമാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ദ്രവത്വമുള്ള ഈ ലോകം ഞരങ്ങുന്നു. നിങ്ങൾ ഞാൻ കാണുന്നുണ്ടോ? ഞരങ്ങുന്ന ആ റോസാപുഷ്പത്തെ നോക്കിയ ഞരങ്ങുന്ന റോസാപുഷ്പത്തെ അതിന് ചുറ്റും ഭയങ്കരമായുള്ള അതിൽ ഞരങ്ങി ഇത്ര നല്ല മണമുള്ള സൗന്ദര്യമുള്ള എനിക്ക് ചുറ്റും ഈ മുള്ളാണല്ലോ. മനുഷ്യനൊന്നും ഇതിനകത്ത് ചാരാൻ പറ്റത്തില്ലല്ലോ, എന്നെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഭൂമി സൃഷ്ടികൾ ജലാശയങ്ങൾ മുഴുവൻ ഞരങ്ങുന്നു. രണ്ടാമത്തെ നമ്മൾ 23 വായിച്ചത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ആത്മാവ് കരയുക. കർത്താവിന്റെ വരവിന് വേണ്ടി കരയുന്നു. ഞാൻ കഴിഞ്ഞ 2 മാസത്തിൽ എന്റെ മോള് അയർലൻഡിലേക്ക് പോയത്. അവൾക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. അവൾ സൗദി അറേബ്യയിലെ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ എന്റെ മോളെ ഒന്ന് അയർലൻഡിലേക്ക് വിടണം. ഞാൻ പറഞ്ഞു, ദൈവഹിതമെങ്കിൽ, ദൈവത്തിന് പദ്ധതിയെങ്കിൽ, ദൈവരാജ്യം വളരുമെങ്കിൽ നിനക്കതുണ്ടാകട്ടെ. അതല്ലാതെ ഈ ഭൂമിയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതം നയിക്കാനാണെങ്കിൽ, ഈ ഭൂമിയിൽ നന്മകൾ തൃപ്തനാകാനാണെങ്കിൽ അത് ദൈവഹിതമല്ല. ഇവിടുത്തെ നമുക്കുള്ളത് തൃപ്തിപ്പെട്ടാൽ മതി. ദൈവത്തിന് മഹത്വം കിട്ടുമെങ്കിൽ അങ്ങനെയാകട്ടെ. ഞാൻ പറയുന്നത് ദൈവഹിതം എന്താണ്? ഞരങ്ങിക്കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം. ഒരു ഞരക്ക നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാളിന്റെ ഉള്ളിൽ ഒരു പ്രാവ് കുറുകുന്നത് പോലെ ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. മൂന്നാമത് അതിന്റെ 25ാമത്തെ വാക്യം, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നിരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവവിധ പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ ഒന്ന് പ്രപഞ്ചം സർവസൃഷ്ടിജാലങ്ങളും രണ്ട് ആത്മാവെന്ന ആദ്യം ലഭിച്ച ആത്മാവ് പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. മൂന്ന് അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. മക്കളെ, നിങ്ങൾ ഏത് കഷ്ടതയിലാണ്, ഏത് വേദനയിലാണ് എന്ന് വന്നിരിക്കുന്നത്, ദൈവം പറയുക, ദൈവം തന്നെ വന്ന് എന്റെ ഉള്ളത്തിൽ താമസിക്കുക. ഇത് മനസ്സിലാക്കണം. കൈവിടാത്തവൻ, നമ്മളെ ഉപേക്ഷിക്കാത്ത കർത്താവ്, ആ നാഥൻ നമ്മുടെ ഉള്ളത്തിൽ താമസിക്കുന്നത് അകത്തിരുന്ന് ഞരങ്ങുക. എന്നെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിങ്കൽ ഈ മകനെ കൊണ്ട്, ഈ മകളെ കൊണ്ട് എനിക്കൊന്ന് സ്വർഗത്തിൽ പോകണം. ഇവരുടെ ചിന്ത മുഴുവനും, ഇവന്റെ ചിന്ത മുഴുവനും ഭൂമിയിലുള്ളതാണ്. യേശുവിനോട് ഉയർത്തെഴുന്നേൽക്കുന്നത് സത്യമാണ്, മരിക്കുന്നത് സത്യമാണ്. ചിന്ത മുഴുവനും ഭൂമിയിലുള്ളതാണ്. ആഗ്രഹം മുഴുവനും ഈ നാശകരമായ ലോകത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവരെ കൊണ്ട് എനിക്ക് എന്റെ കർത്താവിന്റെ നാട്ടിൽ അവന്റെ മണവാട്ടിയാക്കി കൊണ്ടുപോകണമെന്നുള്ള ചിന്തയോടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. ഇത് പറഞ്ഞിട്ടാണ് 28ാം വാക്യം പറയുന്നത്. എന്നാൽ ഇത്രയും ഞരക്കങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, എന്നാൽ ഇത് ഈ ഞരക്കങ്ങൾ മുഴുവനും നമ്മുടെ നന്മയ്ക്കാണ്. റോമാലേഖനം 8ാമത്തെ വിഷയം തേജസ്കരണമാണ്. നമ്മുടെ തേജസ്കരണം, നമ്മുടെ തേജസ്കരണം എങ്ങനെ പറഞ്ഞിട്ട് അവൻ മുൻകഴിഞ്ഞവരെ വിളിച്ചു.
തിരികരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവിനെ ഏൽപ്പിക്കുന്നവൻ പരിമിതമായ സമയം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. യേശു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് പ്രക്ഷോഭം ചെയ്തു. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പറയാം, കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ ആപത്തോ മരണമോ ജീവനോ ഈ ലോകമോ ഈ ലോകത്തിലെ എന്തെങ്കിലും കർത്താവുമായിട്ട് ഒന്നിച്ച് കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൂടെ നടക്കുന്നതാണ്. ആത്മാവിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ആനന്ദദായകമാണ്. ഏത് കഷ്ടതയുടെയും പുറത്ത് കയറി നിന്നുകൊണ്ട്, ഏത് രോഗത്തിന്റെയും പുറത്ത് കയറി നിന്നുകൊണ്ട് അവനോട് കൂടെ നടക്കുവാൻ പറ്റും. യേശുവിന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. നമ്മോട് കൂടെയുള്ള ദൈവമാണ്. അവനെ നമുക്ക് ആസ്വദിക്കാം. അവനോട് രുചിച്ചറിഞ്ഞുകൊണ്ട് മഹത്വത്തിലേക്ക് പോകുവാൻ നമ്മുടെ ഒരുക്കാം. എവർക്കും ഇതിന്റെ സംഘാടകർക്കുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നത് ഞാൻ വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും.